നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലും കഴിഞ്ഞല്ലോ. ഇപ്രാവശ്യത്തെ ബാലൻ ഡിയോർ പുരസ്കാരത്തിന് ഇനി പരിഗണിക്കാൻ ഈ വേൾഡ് കപ്പ് മാത്രമാണുള്ളത്. ബാക്കി ക്ലബ് ഫുട്ബോൾ തിരശ്ശീല വീണു. ഒക്ടോബർ 26 ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരദാന ചടങ്ങെന്ന് ഒഫീഷ്യലി ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു മാറ്റമുണ്ട്. ഫ്രാൻസിൽ, പാരീസിൽ, തിയേറ്റർ ഡു ചാറ്റ്ലെറ്റിലെല്ലാം ഇത്തവണ ലണ്ടനിലാണ് പ്രോഗ്രാം നടക്കുന്നത്. നിലവിൽ ഏറ്റവും അധികം ബാലൻ ഡിയോർ പുരസ്കാര സാധ്യതയാർക്കാണ്? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലഭ്യമായിട്ടുള്ള ഓഡ്സ് വെച്ച് ഈ എത്ര ശതമാനം സാധ്യത ഓരോ താരങ്ങൾക്കുമുണ്ട്. 10 താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. 10ാമത് ലാമിനെ യമാലാണ്. ലാമിനെ യമാലിൻ്റെ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 1%. ക്രിസ്ത്യാനോ റൊണാൾഡോ 9ാം സ്ഥാനത്ത്. 4% സാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൗദി പ്രോ ലീഗിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി കിരീടം ചൂടി. വേൾഡ് കപ്പിലും അതുപോലുള്ളൊരു പ്രകടനം നടത്തി വമ്പൻ നേട്ടത്തിലേക്കൊക്കെ പോയാൽ അദ്ദേഹത്തിന് ബാലൻ ഡിയോർ കിട്ടിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സോ CR7 at നമ്പർ 9. 8ാമത് ബ്രൂണോ ഫെർണാണ്ടസ്. വാവ്! ഇപ്പോൾ ബ്രൂണോ കൊല്ലങ്ങളായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് അതിനുള്ള റെക്കഗ്നിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസണിലെ മികച്ച പ്രകടനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ്. സോ ബ്രൂണോ അറ്റ് നമ്പർ 8. 5% അദ്ദേഹത്തിൻ്റെ വിന്നിങ് സാധ്യത. 7ാമത് മൈക്കൽ ഒലീസെ. ബാൻ മ്യൂണിക്കിനായിട്ട് ഒലീസെ പൊളിച്ചടുക്കിയ ഒരു സീസണാണ് കടന്നുപോയിരിക്കുന്നത്. UCL എത്താൻ പറ്റിയില്ല. മറ്റ് ഡൊമസ്റ്റിക് കിരീടങ്ങളൊക്കെ അവർ നേടിയിട്ടുണ്ട്. 7% മൈക്കൽ ഒലീസയുടെ ബാലൻ ഡിയോർ പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയായിട്ട് കണക്കാക്കുന്നത്. 6ാമത് കിലിയൻ എംബാപ്പെ ട്രോഫിലെസ് സീസണാണ് കളിച്ചത് റയലിനോടൊപ്പം. പക്ഷേ UCL ടോപ്പ് സ്കോർ അദ്ദേഹമാണ്. ലാലീഗയിലെ ടോപ്പ് സ്കോർ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് ഒട്ടും ഇടിവ് പറ്റിയിട്ടില്ല. അതിപ്പം വേൾഡ് കപ്പിൽ അദ്ദേഹം തുടർന്നാൽ, ബാലൻ ഡിയോർ അദ്ദേഹം കൊണ്ടുപോയാൽ അത്ഭുതപ്പെടാനില്ല. ഹാരി കെയ്ൻ അറ്റ് നമ്പർ 5. എംബാപ്പയ്ക്ക് 8% ഹാരി കെയ്ൻ്റെ ബാലൻ ഡിയോർ സാധ്യത 10% കണക്കാക്കുന്നത്. ഹാരി കെയ്ന് പൊളിച്ചടുക്കിയ സീസണാണ്. യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ സീസണാണ്. പക്ഷേ UCL ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഡൊമസ്റ്റിക് കിരീടങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് ഇംഗ്ലണ്ടിനൊപ്പം എന്ത് നേട്ടമുണ്ടാക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഡെക്ലാൻ റൈസ് അറ്റ് നമ്പർ 4. ഹാരി കെയ്ന് 10% ഡെക്ലാൻ റൈസിൻ്റെ സാധ്യത 11%. അദ്ദേഹത്തിൻ്റെ ടീം മികച്ച പ്രകടനം നടത്തി. പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനൽ കളിച്ചു. സോ നല്ല സാധ്യത അദ്ദേഹത്തിന് കണക്കാക്കപ്പെടുന്നു. 4ാമത്. 3ാമത് വിറ്റീഞ്ഞ. യെസ്, ഇത്തവണയും വിറ്റീഞ്ഞക്ക് നല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ലെങ്കിലും ഇത്തവണ അതുപോലത്തെ പ്രകടനം തന്നെ അദ്ദേഹം തുടർന്നു. സോ വിറ്റീഞ്ഞ അറ്റ് നമ്പർ 3. 13% അദ്ദേഹത്തിൻ്റെ ബാലൻ ഡിയോർ പുരസ്കാര സാധ്യത കണക്കാക്കുന്നത്. 2ാമത് കിച്ച കവാറഡ്സ്കേലിയ. വേൾഡ് കപ്പിനില്ല കിച്ച. പക്ഷേ വേൾഡ് കപ്പിനില്ലെങ്കിലും ബാലൻ ഡിയോർ കൊണ്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഉറപ്പിക്കുന്ന മട്ടിലുള്ളൊരു പ്രകടനമാണ് ഈ സീസണിലുടനീളം കിച്ച കവാറഡ്സ്കേലിയ നടത്തിയിട്ടുള്ളത്. ആർക്കും ഈ ജോർജിയൻ താരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. 19% അദ്ദേഹത്തിൻ്റെ ബാലൻ ഡിയോർ പുരസ്കാര സാധ്യത കണക്കാക്കുന്നത്. 1ാമത് നിലവിലെ ബാലൻ ഡിയോർ വിന്നർ, ഇത്തവണയും മികച്ച പ്രകടനം തുടർന്നവൻ, വേൾഡ് കപ്പിലും പൊളിച്ചെടുക്കാൻ കാത്തിരിക്കുന്നവൻ ഓസ്മാൻ ഡെംബലെ. 23% ഓസ്മാൻ ഡെംബലയുടെ ബാലൻ ഡിയോർ പുരസ്കാര സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ടോപ്പ് 10 റാങ്കിങ് ഇങ്ങനെയാണ്. 1 ഡെംബലെ, 2 കിച്ച കവാറഡ്സ്കേലിയ, 3 വിറ്റീഞ്ഞ, 4 ഡെക്ലൻ റൈസ്, 5 ഹാരി കെയ്ൻ, 6 കിലിയൻ എംബാപ്പെ, 7 മൈക്കൽ ഒലീസെ, 8 ബ്രൂണോ ഫെർണാണ്ടസ്, 9 ക്രിസ്ത്യാനോ റൊണാൾഡോ, 10 ലാമിനെ യമാൽ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.